ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇറാനും സ്ത്രീകളും തമ്മിലുള്ള പ്രതിഷേധം എല്ലാ കാലത്തും ലോകത്ത് ചർച്ചയായിട്ടുള്ളതാണ്. ഒരിക്കലും അവസാനിക്കാത്ത പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളുമാണ് ഇറാനും ഇറാനിലെ മുസ്ലിം സ്ത്രീകളും തമ്മിലുള്ളത്. ഇറാൻ ഭരണകൂടം ഈ സ്ത്രീകളുടെ മേൽ അനാവശ്യമായിട്ടുള്ള അടിമബോധവും മറ്റ് ഇസ്ലാമിക ശരീഅത്ത് നിയമത്തിന്റെ കാഠിന്യവും ഭീകരതയും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ 6-ാം നൂറ്റാണ്ടിന്റെ ഭീകര നിയമങ്ങളല്ല ഞങ്ങൾക്ക് വേണ്ടത്, മനുഷ്യരായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് മുസ്ലിം സ്ത്രീകളും രംഗത്ത് വരും. അതോടുകൂടി ഭരണകൂടവും ഭരിക്കപ്പെടുന്ന സ്ത്രീകളും തമ്മിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. അതാണ് ഇതുവരെ നമ്മൾ ഇറാനെ സംബന്ധിച്ച് കണ്ടിട്ടുള്ളതെല്ലാം. ഇറാന്റെ ഭരണകൂടം മനുഷ്യത്വരഹിതമായിട്ടുള്ള കർശനമായ നിയമങ്ങൾ ഇപ്പോഴും സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. അത് കാരണം ഇറാനിലെ സ്ത്രീകൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യം നിഷേധിച്ചിട്ടുള്ള ജീവിതമാണ് അവർ നയിക്കുന്നത്. സ്ത്രീകൾ ലോലമായ പുഷ്പങ്ങളാണെന്നും അവരെ വീട്ടുജോലിക്കാരായി കാണരുതെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുമേനി ഇന്ന് പറഞ്ഞതാണ് കൂടുതൽ ചർച്ചകൾക്കും പരിഹാസങ്ങൾക്കും ട്രോളുകൾക്കും വിധേയമായി മാറുന്നത്. ഇറാനിൽ സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നതിനിടയിലാണ് ആയത്തുള്ള അലി ഇത്തരത്തിലൊരു ട്വീറ്റ് പങ്കുവെക്കുന്നത്. സ്ത്രീകൾ ലോലമായ പുഷ്പങ്ങളെ പോലെയാണ്, അവർ വീട്ടിലെ ജോലിക്കാരല്ല. സ്ത്രീകളെ പുഷ്പങ്ങളെ പോലെ പരിഗണിക്കണം, അവരെ അതുപോലെ സംരക്ഷിച്ച് പരിപാലിക്കണം. ഈ പുഷ്പങ്ങളെ എല്ലായ്പ്പോഴും പുതുമയുള്ളതും സുഗന്ധപൂരിതവുമായി നിലനിർത്തണം. ചുറ്റുമുള്ള വായുവിൽ പോലും സുഗന്ധം പരത്താൻ ഈ പുഷ്പങ്ങൾ ഉപയോഗിക്കണമെന്നുമാണ് ഒരു ട്വീറ്റിൽ ഖൊമേനി പറയുന്നത്. ഇറാനിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണ് എന്ന് വിവിധ ലോകരാജ്യങ്ങളും മനുഷ്യാവകാശ സംഘടനകളും അതുപോലെ ഇറാനിലെ തന്നെ ജനതയും വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം അവരെയൊക്കെ പരിഹസിക്കുകയാണോ എന്നാണ് ചോദ്യം ഉയരുന്നത്. ഹിജാബ് നിയമങ്ങൾ ലംഘിക്കുന്ന സ്ത്രീകളെ ഇറാൻ ജയിലിൽ അടയ്ക്കുന്നതും പീഡിപ്പിക്കുന്നതും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന പുതിയ നിയമമുണ്ട്. ഹിജാബ് നിയമം ലംഘിച്ചാൽ അവരെ വധശിക്ഷയ്ക്ക് വരെ വിധേയരാക്കാമെന്നും അവരെ മാനസിക രോഗികളായി കണ്ട് പിന്നീട് ചികിത്സിക്കണമെന്നും ഒക്കെയുള്ള നിയമങ്ങൾ ഈ ആയത്തുള്ള അലി ഖുമേനി ഇപ്പോൾ നടപ്പിലാക്കിയതാണ് ഈ ഇറാനിൽ. സ്ത്രീകളുടെ ശക്തമായിട്ടുള്ള എതിർപ്പിനെ തുടർന്ന് ആ നിയമം പോലും അവർക്ക് ബാൻ ചെയ്യേണ്ടി വന്നു. ഇതോടെ ഖൊമേനിയുടെ ഈ ട്വീറ്റ് പൊള്ളത്തരമാണ് എന്ന വിമർശനം ഉയരുകയാണ്. മറ്റൊരു ട്വീറ്റും ഇതിന് പിന്നാലെ പങ്കുവച്ചിരുന്നു. ഒരു കുടുംബത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ കടമകളാണുള്ളത്. കുടുംബത്തിലെ ചെലവുകൾ പുരുഷന്മാരാണ് നോക്കേണ്ടത്. അതേസമയം പ്രസവിക്കാനുള്ള കടമ സ്ത്രീകളുടേതാണ്. ഇതെല്ലാം വ്യത്യസ്തമായ ഗുണങ്ങളാണെന്നും അവയെ അടിസ്ഥാനമാക്കിയല്ല സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അവകാശങ്ങൾ കണക്കാക്കുന്നതെന്നും ഖൊമേനി പറയുന്നു. സ്ത്രീകൾക്കെതിരായിട്ടുള്ള എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് UN ജനറൽ അസംബ്ലി പ്രമേയം അംഗീകരിച്ച ദിവസം തന്നെയാണ് ഖൊമേനി പരാമർശം നടത്തിയിരിക്കുന്നത്. ഹിജാബ് ശരിയായി ധരിച്ചില്ല എന്ന് ആരോപിച്ച് 2022 മഹ്സാമി എന്ന 22-കാരിയുടെ മരണത്തിലേക്ക് നീണ്ട സംഭവങ്ങൾക്ക് ശേഷം നിരവധി സ്ത്രീകളാണ് ഭരണകൂടത്തിന്റെ ഈ അനീതിക്കെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചത്. സ്വേച്ഛാധിപത്യ ഭരണമാണ് രാജ്യത്ത് നടക്കുന്നതെന്നും സ്ത്രീകളെ അടിച്ചമർത്തുന്ന രീതി അംഗീകരിക്കാനാവില്ല എന്നതുമായിരുന്നു പ്രധാനപ്പെട്ട വിമർശനം. ഇറാനിലെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കം മുഴുവൻ ജനതയും പൊതുനിരത്തിലിറങ്ങി പൂർണ്ണ നഗ്നരായി ഇവരെ പ്രതിഷേധിച്ചു. വസ്ത്രങ്ങൾ പബ്ലിക്കിൽ നിന്ന് ഊരിയെറിഞ്ഞ് മുടിമുറിച്ചും മൂക്കുമുറിച്ചും ഇസ്ലാമിക ഗ്രന്ഥങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചും മുസ്ലിം സ്ത്രീകൾ, യുവതികൾ, പഠിക്കുന്ന പെൺകുട്ടികൾ പൂർണ്ണ നഗ്നരായി റോഡിലിറങ്ങി പ്രതിഷേധം നടത്തിയാണ് ഹിജാബ് വിരുദ്ധ സമരം, മഹ്സാമിനിയുടെ ചോരയ്ക്ക് വേണ്ടിയുള്ള നീതി എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിഷേധിച്ചത്. ഈ പൂർണ്ണ നഗ്നരായ സ്ത്രീകൾ ഈ ജാഥയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഖൊമേനിയുടെ ഒരു പേപ്പർ ചിത്രം വലിയ രൂപത്തിൽ ഉണ്ടാക്കി അദ്ദേഹത്തെ പരിഹസിക്കുകയും പൊതുനിരത്തിലിട്ട് പബ്ലിക്കായിട്ട് തീ കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അവർ ഹിജാബ് വിരുദ്ധ സമരത്തിന് മുൻതൂക്കം നൽകിയത്. തന്നെയുമല്ല, ഞങ്ങൾക്ക് മനുഷ്യനായി ജീവിക്കാനാണ് താല്പര്യമെന്നും മരിച്ചാലും ജീവിച്ചാലും ധീരതയോടെ എന്ന രൂപത്തിലുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു സ്ത്രീകൾ ഉയർത്തിയത്. ഈ അലി ഖുമേനിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ അജഗജ അന്തരമുണ്ട് എന്ന് ഇറാനിലെ ജനത തിരിച്ചറിഞ്ഞു. ഇദ്ദേഹത്തിന്റെ കാപഠ്യം എന്താണെന്ന്. ഈ അപ്പിക്കുപ്പായം ഉപേക്ഷിക്കേണ്ടുന്ന കാലഘട്ടവും
6-ാം നൂറ്റാണ്ടിന്റെ ഗ്രന്ഥത്തിലെ കുത്തിലും കോമയിലും പിന്തുടർന്ന് ജീവിക്കുന്ന കാലഘട്ടവും സ്ത്രീകളെ പുരുഷന്റെ വെറും കൃഷിയിടമായി പേറിയന്ത്രമായി മാത്രമാക്കി മാറ്റുന്ന ആ രൂപത്തിലുള്ള കാഴ്ചപ്പാടിന്റെ കാലഘട്ടവും കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് ഇറാനിലെ അഭ്യസ്തവിദ്യരായ സ്ത്രീകൾ കൊമേനിയോട് വിളിച്ചു പറയുകയാണ്. ഒരു കിതാബ് കാരണമുണ്ടായ പ്രതിസന്ധിയാണ് ആ ജനത അനുഭവിക്കുന്നത്. ഇറാന്റെ പരമാധികാരിയാണ് ആയത്തുള്ള കൊമേനി. ഇയാൾക്ക് ചുട്ട മറുപടിയായി ഒരു യുവതിയുടെ ചിത്രം പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. ഇറാനിലെ സ്ത്രീ സമൂഹം നേരിടുന്ന അവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങളും ചർച്ചകളും നടക്കുമ്പോഴാണ് ലോലമായ ഒരു പൂവാണ് സ്ത്രീ എന്നും വെറും ഒരു അടുക്കളക്കാരി അല്ല എന്നുമുള്ള ആയത്തുള്ള അലി കൊമേനിയുടെ പ്രസ്താവന വരുന്നത്. കൊമേനിയുടെ ഭരണത്തിന് കീഴിൽ ഇറാനിലെ ഹിജാബ് നിയമങ്ങൾ കർശനമായി നടപ്പാക്കുന്നതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് രാജ്യത്തിനകത്തും പുറത്തും ഉയർന്നു കേൾക്കുന്നത്. ഇതിന് പിന്നാലെയാണ് മറുപടിയുമായി ഇസ്രായേൽ രംഗത്തു വരുന്നത്. എക്സിലൂടെയാണ് ഇസ്രായേൽ മറുപടി നൽകിയത്. കറുത്ത വസ്ത്രം അണിഞ്ഞ് അതേ നിറത്തിലുള്ള ശിരോവസ്ത്രവും അണിഞ്ഞ ഒരു യുവതിയാണ് ഫോട്ടോയിലുള്ളത്. ഈ ഫോട്ടോ എന്നോ ഒന്നുമുള്ള വിവരങ്ങൾ നൽകാതെയാണ് ഈ ഫോട്ടോ എന്താണ്, ആരുടെയാണ്, ഒന്നും ഒരു ചിത്രവും നൽകുന്നില്ല, അല്ല ഒരു വിശദീകരണവും നൽകുന്നില്ല ഈ ചിത്രത്തിനെ സംബന്ധിച്ച്. ഇസ്രായേലിന്റെ ഒരു എക്സ്പോസ്റ്റ്, ഒരു ചിത്രം 1000 വാക്കുകളെക്കാൾ ശക്തിയുള്ളതാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇസ്രായേലിന്റെ നടപടി. ചിത്രത്തിലുള്ള യുവതി മഹസാമിനിയാണ്. ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ ഇറാൻ പോലീസ് അറസ്റ്റ് ചെയ്ത അമിനി കസ്റ്റഡിയിലിരിക്കെ മരിച്ചു. 2022 സെപ്റ്റംബർ 16-ാം തീയതിയാണ് മഹസാമിനിയോട് പോലീസ് അതിക്രൂരമായി പെരുമാറിയത്. മാരകമായി മുറിവേറ്റിരുന്നു എന്ന് ദൃക്സാക്ഷികൾ തന്നെ വെളിപ്പെടുത്തി. ഈ സംഭവത്തിന്റെ പേരിൽ നടന്ന പ്രതിഷേധങ്ങൾ ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോയിലുള്ളത് ആര് എന്ന് പ്രത്യേകം വെളിപ്പെടുത്തേണ്ടെന്ന് ആവശ്യമില്ല. ഒരു സ്ത്രീ ലോലമായ ഒരു പൂവ് പോലെയാണ്, അടുക്കളക്കാരിയല്ല. പൂവിനെ പരിപാലിക്കുന്നത് പോലെ വേണം ഒരു സ്ത്രീയോട് പെരുമാറാൻ. പൂവിനെ നല്ലതുപോലെ പരിചരിക്കേണ്ടതുണ്ട്. അതിന്റെ പുതുമയും സുഖകരമായ പരിമളവും പ്രയോജനപ്പെടുത്തുകയും അന്തരീക്ഷത്തെ സുഗന്ധപൂരിതമാക്കാൻ ഉപയോഗപ്പെടുത്തുകയും വേണമെന്നാണ് കൊമേനി എക്സ്പോസ്റ്റിൽ പങ്കുവച്ചത്. അത് അങ്ങനെ തന്നെ എടുത്താണ് ഇസ്രായേൽ പോസ്റ്റ് ചെയ്യുന്നത്. കുടുംബത്തിലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പങ്കാളിത്തത്തെക്കുറിച്ചും കൊമേനി മറ്റൊരു പോസ്റ്റും പങ്കുവച്ചു. അതേസമയം വിവാദമായ ഹിജാബ് നിയമം ഇറാൻ ഭരണകൂടം കഴിഞ്ഞ ദിവസം പിൻവലിച്ചിരുന്നു. പ്രതിഷേധങ്ങൾ ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് നിയമം താൽക്കാലികമായി പിൻവലിക്കാൻ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ തീരുമാനിച്ചത്. സ്ത്രീകളും പെൺകുട്ടികളും മുടി, കൈ, കാലുകൾ എന്നിവ പൂർണ്ണമായും മറയും വിധത്തിലുള്ള ഹിജാബ് ധരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന നിയമം കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുമെന്നായിരുന്നു ഇറാൻ അറിയിച്ചിരുന്നത്. 2023 സെപ്റ്റംബറിലാണ് ഇറാൻ പാർലമെന്റ് ഇത് സംബന്ധിച്ച ബില്ലിന് അംഗീകാരം നൽകിയത്. വൻ തുക പിഴയും 15 വർഷം വരെ തടവും അടക്കമുള്ള കർശനമായ ശിക്ഷകൾ അനുശാസിക്കുന്ന നിയമത്തിനെതിരെ രാജ്യത്തിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. അതിനെ തുടർന്നാണ് നിയമം തൽക്കാലം നിർത്തിവെക്കാൻ വരെ ഇറാൻ ഗവൺമെന്റ് തയ്യാറായത്. പഴയതുപോലെയല്ല. ഇറാന്റെ ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങളെ എതിർത്ത് കൂടുതൽ ലോക രാജ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ഇറാന് വലിയ രൂപത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. നന്ദി.